കഴിഞ്ഞാൽ ഫീൽഡിങ് വളരെ പരിതാപകരമായിരുന്നു. ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഫീൽഡിംഗ് ഒക്കെ പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള പൂവർ ഫീൽഡിംഗ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മാച്ചിൽ നമുക്ക് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ക്ലാർക്കിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കണ്ടില്ല, ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന 2 ബോൾസാണ് പോയത്, ബൗണ്ടറി പോയത്. അതും 8 റൺസ് വഴങ്ങി. അപ്പം അവരുടെ ഫീൽഡിങ് വളരെ പൂറായിരുന്നു. ഈവൻ ഫിലിപ്സിൻ്റെ കയ്യിൽ നിന്ന് വരെ ബോൾ പോകുന്നത്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റ്സിൻ്റെ പ്രശ്നം കൂടി നമുക്ക് എടുത്ത് പറയേണ്ടി വരുന്നത്. എന്തായാലും അതവിടെ മാറ്റി നിർത്താം. പിന്നെ രണ്ടാമത് പറഞ്ഞ എക്സ്ട്രാസ് ഏകദേശം 12ന് മുകളിൽ വൈഡ്സ് റൺസാണ് ഇന്ത്യക്ക് വേണ്ടി ന്യൂസിലാൻഡ് കൊടുത്തത്. ഒന്ന് ആലോചിക്കുക, ന്യൂസിലാൻഡ് പോലുള്ളൊരു വലിയ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വൈഡ്സ്, ഇപ്പോൾ ഇന്ത്യയാണ് അത്രയും വൈഡ്സ് എക്സ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിശയപ്പെടാനൊന്നും തോന്നില്ല. പക്ഷേ ന്യൂസിലാൻഡ് പോലുള്ളൊരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും വൈഡ്സ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടർ അടിക്കും അല്ലേ? ആ വണ്ടർ ഇവിടെയും വന്നിട്ടുണ്ട്. അത് ഈ മാച്ചിനെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇൻ ടോട്ടൽ ഫീൽഡിങ്ങിലായിരുന്നു വളരെ പൂറായിരുന്നു. ഇനി ബാറ്റിങ്ങിലേക്ക് തിരികെ വന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ്